ഹലോ എവരി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം. അതിനു മുൻപ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ്സുകൾ ഏപ്രിൽ 1 സ്റ്റാർട്ട് ആവുകയാണ്. ഏപ്രിൽ 1 സ്റ്റാർട്ട് ആകുന്നത്. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ, നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ ബുദ്ധിമുട്ട്, എന്താണോ ബുദ്ധിമുട്ട്, അതിനായിട്ടുള്ള എല്ലാ വെക്കേഷൻ ക്ലാസ്സുകളും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷ്, ഹിന്ദിക്കുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ബേസിക് ക്ലാസ്സസ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ട്, ഇംഗ്ലീഷിൻ്റെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ട്, ഹിന്ദിയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ട്. ഇനി ലെറ്റേഴ്സ് അറിയാത്ത കുട്ടികളാണെങ്കിൽ ലെറ്റേഴ്സ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കായുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഈ വെക്കേഷനിലുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ, എക്സാമൊക്കെ നല്ലതുപോലെ എഴുതാനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ കുട്ടികൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. മാത്സ് ബേസിക് ക്ലാസ് നൽകുന്നുണ്ട്. അടുത്ത വർഷം ജൂൺ 1 മുതൽ ഈ വർഷത്തെ അടുത്ത ആനുവൽ ഇയറിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് STD 1 to STD 5 വരെയാണ് കേട്ടോ. ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യാണ്, ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വർഷം ഉള്ളതുപോലെ തന്നെ അടുത്ത വർഷവും ട്യൂഷൻ ഉണ്ടാകും. എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ഓർമ്മിക്കുക. എല്ലാ ക്ലാസ്സുകളും വരുന്നത് സൂമിൽ ലൈവായിട്ടാണ് വരുന്നത്. നിങ്ങൾ ആബ്സെൻ്റ് ആവുന്ന ദിവസങ്ങളിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഏത് ക്ലാസ് ആണോ നിങ്ങൾക്ക് ആവശ്യം, ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് എക്സാം ക്വസ്റ്റിലേക്ക് പോകാം. 10ാമത്തെ പ്രവർത്തനം ആമിയുടെ നാട്. ചിത്രത്തിന് നിറം നൽകാം, എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണോ അല്ലേ? നമ്മുടെ ആമിക്ക് അവളുടെ അമ്മാവൻ ഒരു സമ്മാനം കൊടുത്തു. എന്താണെന്ന് അറിയാമോ? ഒരു സ്ലേറ്റ് ആണ്. എന്താ, നിങ്ങൾ സ്ലേറ്റ് കണ്ടിട്ടുണ്ടോ? അതുപോലെ ഒരു സ്ലേറ്റ് ആണ്. പക്ഷേ ഈ സ്ലേറ്റിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതിന് വശങ്ങളിൽ സ്വിച്ചുകളുണ്ട്. കണ്ടോ, സ്വിച്ച് കണ്ടോ? അപ്പോൾ ആമി ചോദിച്ചു, അമ്മാവാ ഇതെന്താണ്? ഇതൊരു മാജിക് സ്ലേറ്റ് ആണ്. ഇതുകൊണ്ട് ഞാനൊരു സൂത്രം കാണിച്ചു തരാം. അമ്മാവൻ അതിന്റെ സ്വിച്ചിൽ വിരലമർത്തി. ഹായ്, സ്ലേറ്റ് തെളിഞ്ഞു വന്നു. ഒരു പാട്ട് കേൾക്കാനും തുടങ്ങി. ഈ സ്ലേറ്റിൽ പാട്ട് കേൾക്കും കേട്ടോ. ആമി, ഇനി ഈ സ്ലേറ്റിൽ നീ ആന എന്ന് എഴുതി നോക്കൂ. വിരൽ കൊണ്ട് എഴുതിയാൽ മതി. ആമി സ്ലേറ്റിൽ ആനയെന്ന് എഴുതി. സ്ലേറ്റിൽ അതാ ഒരു ആന തെളിഞ്ഞു വന്നു. അങ്ങനെ ആമി സ്ലേറ്റിൽ പലതും എഴുതി. അവസാനം ആമി അവളുടെ നാടിന്റെ പേരെഴുതി. സ്ലേറ്റിൽ അവരുടെ നാടിന്റെ ചിത്രം തെളിഞ്ഞു വന്നു. ആമിയുടെ ഗ്രാമത്തിന്റെ ചിത്രം നിങ്ങൾ കാണണ്ടേ? ഇതാണ് ആമിയുടെ ഗ്രാമത്തിന്റെ ചിത്രം കേട്ടോ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഈ ചിത്രത്തിന് നിറം നൽകണം. ഈ ചിത്രത്തെക്കുറിച്ച് എഴുതണം. അതാണ് 1ാമത്തെ പ്രവർത്തനം. മനസ്സിലായോ? പ്രവർത്തനം 10 എന്താണ്? ഈ ചിത്രത്തിലുള്ളത് എന്താണോ അതിവിടെ എഴുതുക എന്നുള്ളതാണ്. ഇവിടെ 1ാമത്തെ സെന്റൻസ് എഴുതിയിട്ടുണ്ട്, ദൂരെ മലകൾ കാണാം. ഇതുപോലെ ഒരു വിവരണം എഴുതണം. എങ്ങനെയാണ് വിവരിച്ച് എഴുതേണ്ടത്, ചിത്രം നൽകിയിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ടീച്ചർ ഇതിനു മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ കേട്ടോ. ദൂരെ മലകൾ കാണാം എന്നാണ്. കുട്ടികൾ പട്ടം പറത്തുന്നു. ഒരാൾ സൈക്കിളിൽ യാത്ര ചെയ്യുന്നു. പുഴയിൽ ഒരാൾ വള്ളം തുഴഞ്ഞു പോകുന്നു. കിളികൾ പറക്കുന്നു. കാളകൾ എന്ത് ചെയ്യുന്നു? കാളകൾ ഉപയോഗിച്ച് പാടത്ത് എന്ത് ചെയ്യാണ്? നിങ്ങളുടെ രീതിയിൽ എഴുതുക. നിങ്ങൾക്ക് നിലമൊരുക്കുന്നു, എങ്ങനെയാണോ എഴുതാൻ അറിയാവുന്ന ആ രീതിയിൽ എഴുതുക. അങ്ങനെ നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ദൂരെ 2 മരങ്ങൾ കാണുന്നു. ആകാശത്തെ മേഘം കാണുന്നു. ഈ ചിത്രത്തിൽ എന്താണോ കാണുന്നത് അത് എഴുതുക. എന്താണ്? പുഴയുടെ കര. ഇത് പുഴയാണ്, ഇത് പാടമാണ്. അതിന് കരയിലായിട്ട് എന്ത് കാണുന്നു? വീടുകൾ കാണുന്നു. ഇതൊക്കെ നമുക്ക് എഴുതാം. പ്രവർത്തനം 11 ആമിയും സുമിയും. ആമി സുമിയെ കാണിക്കുകയാണ്. ഈ സ്ലേറ്റ് കാണിക്കുകയാണ്. അമ്മാവൻ തന്ന സ്ലേറ്റ് കാണിച്ചു. ആമി, ഇതെന്താണ്? ആമി, ഇതെന്താണെന്ന് അറിയാമോ? സുമി ചോദിക്കുകയാണ്. ഇത് സ്ലേറ്റ് അല്ലേ? അപ്പൊ ആമി എന്ത് പറയും? അതെ, ഇതൊരു മാജിക് സ്ലേറ്റ് ആണ്. മാജിക് സ്ലേറ്റോ? അതെന്താ? നമ്മൾ എന്തെഴുതിയാലും അതിന്റെ ചിത്രം ഈ മാജിക് സ്ലേറ്റിൽ തെളിഞ്ഞു വരും. അതെങ്ങനാ? കാണിച്ചു തരാവോ? അപ്പോൾ അന്നാണ് ആമി എന്താ എഴുതേണ്ടേ അങ്ങനെ പറയുന്നു. അവർ തമ്മിൽ നിങ്ങളുടേത് ആശയത്തിൽ എന്ത് ചെയ്യുക? അവർ തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം. ഇതാ നോക്കിയേ, മാജിക് സ്ലേറ്റ് സുമിക്ക് കാണിക്കുന്നുണ്ടോ? ഇതാണ് അടുത്ത പ്രവർത്തനമായിരുന്നത്. ഇനി പ്രവർത്തനം 12 പുഴയും നമ്മളും. ചിത്രം നോക്കാം, എഴുതാം.
ഇത് ഇന്നലെയും ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു പുഴ കാണുന്നുണ്ട്. ആ പുഴയിൽ എന്താണ് തുണി അലക്കുന്നു. കണ്ടോ ഇവിടെ കണ്ടോ പാത്രം കഴുകുന്ന കാണുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്, വാഹനം കഴുകുന്നത് കാണുന്നുണ്ട്. ഈ ചിത്രത്തിൽ പുഴയുടെ കരയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കന്നുകാലികൾ അല്ലെങ്കിൽ മൃഗങ്ങളെ കുളിപ്പിക്കുന്നുണ്ട്, ആളുകൾ കുളിക്കുന്നുണ്ട്. കണ്ടോ ഇവിടെ കന്നുകാലികളെ കണ്ടോ, മൃഗങ്ങൾ വെള്ളം കുടിക്കുന്നു. അപ്പോൾ ജലം എന്തിനൊക്കെ ഉപയോഗിക്കൂ എന്നുള്ളതാണ് 4 കാര്യങ്ങൾ. കുടിക്കാൻ, കുളിക്കാൻ, തുണി അലക്കാൻ, പാത്രം കഴുകാൻ, കൃഷി ചെയ്യാൻ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 എഴുതാം. അത് കഴിഞ്ഞിട്ടോ പുഴ മലിനമാകുന്നതിനുള്ള ഒരു കാരണം എഴുതുക. പുഴ മലിനമാകുന്നതിന് ഒരു കാരണം പറഞ്ഞേ. കന്നുകാലികളെ കുളിപ്പിക്കുന്നത്, തുണി അലക്കുന്നത്, ഇതൊക്കെ എന്താണ് പുഴ മലിനമാകുന്നതിനുള്ള ഒരു കാരണമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാരണം നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഇനി പ്രവർത്തനം 13 കണ്ടെത്താമോ. ഇതൊരു കലണ്ടറാണ്. കണ്ടോ, ഈ കലണ്ടറിൻ്റെത് സ്ലേറ്റിൽ കലണ്ടർ കാണിക്കുവാണ്. സിയയുടെ പിറന്നാൾ ഏത് ദിവസമാണെന്ന് കണ്ടെത്താമോ. സിയയുടെ പിറന്നാൾ ഏത് ദിവസമാണെന്ന് കണ്ടെത്താമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അടുത്തത് എന്താണ്? മാർച്ച് മാസത്തിൽ ആകെ എത്ര ദിവസങ്ങളുണ്ട്? മാർച്ച് മാസത്തിൽ ആകെ എത്ര ദിവസങ്ങളുണ്ട്? എത്ര ദിവസമുണ്ട്? 31. മാർച്ച് മാസത്തിൽ എത്ര ഞായറാഴ്ചകളുണ്ട്? എത്ര ഞായറാഴ്ചകളുണ്ട്? 1, 2, 3, 4, 5. ഞായറിന്റെ താഴെ കാണുന്നതെല്ലാം ഞായറാഴ്ചകളാണ് അല്ലേ? അപ്പോൾ എത്ര ഞായറാഴ്ചകളുണ്ട്? 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 5 സൺഡേസ് ആണ് ഉള്ളത്. ഓക്കെ, ഹൗ മെനി ഡേയ്സ്? 31. ഹൗ മെനി സൺഡേസ്? 5. മാർച്ചിലാകെ എത്ര ബുധനാഴ്ചകളുണ്ട്? വെനസ്ഡേയ്സ്. എത്ര വെനസ്ഡേയ്സ് ഉണ്ട്? ഇതാണ് ബുധൻ, വെനസ്ഡേ. 1, 2, 3, 4. എത്രയുണ്ട്? എത്ര ബുധനാഴ്ചകളുണ്ട്? 4. മാർച്ച് 1 ഏത് ദിവസമാണ്? മാർച്ച് 1 ഏത് ദിവസമാണ്? സാറ്റർഡേ, ശനി. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതുക എന്നുള്ളതായിരുന്നു ലാസ്റ്റ് പ്രവർത്തനം. അപ്പൊ എല്ലാവരും എഴുതിയല്ലോ? എഴുതിയില്ലേ? യെസ്, എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു 1ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.